Today we are going to analyze question paper. University exam അടുത്തുകൊണ്ടിരിക്കുകയാണ്. How can we face the university exam and how can we score maximum marks in the university examination? Here we can see expected questions. നമ്മുടെ പേപ്പറിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം വായിക്കില്ല. I will give tips and also related questions that we can expect in the university examination. യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഫുൾ പാറ്റേൺ, സ്ട്രക്ചർ, ക്വസ്റ്റ്യൻ്റെ നാച്ചർ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ മാർക്സ്, ടൈം, ഇതിൻ്റെയൊക്കെ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. കോൺഫിഡൻസ് ലെവൽ താഴെ പോകരുത് കേട്ടോ. എക്സാം അടുക്കുന്തോറും നമുക്ക് ടെൻഷനും പേടിയും കാര്യമൊന്നും ഉണ്ടാവരുത്. നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് കോൺഫിഡൻസ് ലെവൽ കൂടും. എക്സാമിന് വളരെ ധൈര്യത്തോട് ഫേസ് ചെയ്യുക. നല്ല പ്ലാനിങ് ഉണ്ടാവണം. ഓക്കെ, എത്ര 2 മാർക്കിന് എത്ര സമയം അലോട്ട് ചെയ്യണം, 5 മാർക്കിന് എത്ര സമയം അലോട്ട് ചെയ്യണം, എസ്സേക്ക് എത്ര ആവണം, പ്രധാനപ്പെട്ട പോയിൻറ്റ്സിന് അണ്ടർലൈൻ ചെയ്യണം, അവസാനം ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ എക്സാം എഴുതി കഴിയണം, രണ്ടാമത് വായിച്ച് നോക്കണം, ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് റെക്ടിഫൈ ചെയ്യണം, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ചെയ്ത് ഡിനോട്ട് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചിട്ടയോട് കൂടിയിട്ട് എക്സാം ചെയ്ത് പഠിക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻസ് ആണ് ഹൗ ടു റൈറ്റ് ആൻ എക്സാം, ഒരു പരീക്ഷ എങ്ങനെ എഴുതുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ഒരു ടീച്ചറായിരിക്കും അത് വാല്യൂ ചെയ്യുക. ആ ടീച്ചർക്ക് വാല്യൂ ചെയ്യുന്നതിനുള്ള എളുപ്പമാക്കി കൊടുക്കണം നിങ്ങളെ ആൻസർ ഷീറ്റിൽ. ഓക്കെ, വളരെ ഡിസോർഡർ ആയിട്ട് എഴുതരുത്. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് എഴുതണം, സബ്ഹെഡിങ് കറക്റ്റ് എഴുതണം, പ്രധാനപ്പെട്ട പോയിന്റ്സ് കറക്റ്റ് എഴുതുക. അങ്ങനെ എഴുതിയാൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സി സെക്ഷൻ എയിൽ വരുന്ന ഷോർട്ട് ആൻസർ ആണ്. റൈറ്റ്, ഷോർട്ട് ആൻസർ നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു 15, 1 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കാണ് കേട്ടോ, 2 മാർക്സ്. അപ്പം ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്ഷൻ എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ 15 ക്വസ്റ്റ്യൻസിന് എഴുതിയാൽ എത്ര കിട്ടും? 30 മാർക്ക് കിട്ടും അല്ലേ? 15 × 2 30 ആണ്. ബട്ട് ഇവിടെ ഒരു സീലിംഗ് ഉണ്ട്. എത്ര മികച്ച രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് 30 കിട്ടിയാലും നിങ്ങൾക്ക് എത്ര കൗണ്ട് ചെയ്യുള്ളൂ? 25 മാർക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 15 ക്വസ്റ്റ്യൻസ് എഴുതണോ അതോ 13 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ തന്നെ 2 മാർക്ക് കറക്റ്റ് കിട്ടുകയാണെങ്കിൽ 26 കിട്ടും. നമുക്ക് ടൈം മാനേജ് ചെയ്യാം. ബട്ട് നല്ല രീതിയിൽ എഴുതാണ് 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക് തന്നെ ഉറപ്പ് വരുത്താം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 80-ൽ 80 മാർക്കും വാങ്ങാമെന്നുള്ളവർ. സെക്ഷൻ ബിയിൽ വരുന്നത് 16 ക്വസ്റ്റ്യൻസ് മുതൽ 23 ക്വസ്റ്റ്യൻസ് വരെ. ഇതിൻ്റെ പ്രത്യേകത, സെക്ഷൻ ബിയിൽ ഷോർട്ട് എസ്സേ ആണ് ഓർ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സീലിംഗ് ഉണ്ട്, 35 മാർക്ക് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ സിയിൽ വരുന്ന ലോങ് എസ്സേ ആണ്. ലോങ് എസ്സേയിൽ നിങ്ങൾക്ക് 24 to 27, 24 മുതൽ 27 വരെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്ന 10 മാർക്കാണ്. ഓക്കെ, ടോട്ടൽ ഇവിടെ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാം. 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 2 × 10 = 20. ഇവിടെ സീലിംഗ് ഒന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ടോട്ടൽ 80 മാർക്സ്. സി ടൈം 2.5 hours. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്ഷൻ എയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മിനിറ്റ് വീതം അലോട്ട് ചെയ്യാം. ദെൻ 30 മിനിറ്റ്സ്, 30 മിനിറ്റ് നിങ്ങൾക്ക് സെക്ഷൻ എയിൽ കൊടുക്കാം. ദെൻ സെക്ഷൻ ബിയിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 35 മാർക്കാണ്, 5 മാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എത്ര മിനിറ്റ് വെക്കാം? 10 മിനിറ്റ്സ് വെക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര മിനിറ്റ്സ് പോകും? 80 മിനിറ്റ്സ്. 1 മണിക്കൂറും 20 മിനിറ്റ് ഇവിടെ പോകും കേട്ടോ. ടോട്ടൽ നമുക്ക് എത്ര ഉള്ളത്? 2.5 മണിക്കൂറാണുള്ളത്. ഓക്കെ, അപ്പോൾ 8 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ 10 മിനിറ്റ് എടുത്തോളൂ. ഓക്കെ, ഒരു 1.5 പേജ് അല്ലെങ്കിൽ 2 പേജിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്കത് എഴുതാം. ഒരുപാട് വാരി വലിച്ച് എഴുതരുത്. 2 മാർക്കിൻ്റെ ഒക്കെ ഒരു എസ്സേ എഴുതാറുണ്ട് ഞങ്ങൾ സെൻട്രലൈസ്ഡ് വാല്യുവേഷനൊക്കെ പോകുമ്പോൾ. ഒരിക്കലും മാർക്ക് കൂടുതൽ കിട്ടില്ല. നിങ്ങൾ മറ്റുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനുള്ള സമയം അങ്ങോട്ട് പോകും. ഓക്കെ, സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. റൈറ്റ്, ദെൻ സെക്ഷൻ സിയിൽ നിങ്ങൾക്ക് 2 എസ്സേ ആണ്, ലോങ് എസ്സേ ആണ് എഴുതാനുള്ളത്. നിങ്ങൾക്ക് അവിടെ ഇപ്പം നിങ്ങൾ നോക്കൂ, ടോട്ടൽ നിങ്ങൾക്കിപ്പോൾ 2 മണിക്കൂറിൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ട്. 2 മണിക്കൂർ പറഞ്ഞാൽ 120 മിനിറ്റ് ആണ്. ഇവിടെ 110 മിനിറ്റ്സ് നിങ്ങൾ ചിലവാക്കി. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എത്ര മിനിറ്റ്സ് ആണ്? 40 മിനിറ്റ്സ് ആണുള്ളത്.
ഓക്കെ, ആ 40 മിനിറ്റ്സ് നിങ്ങൾക്ക് അറൗണ്ട് 35 മിനിറ്റ്സ് ഈ 2 എസ്സേക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചോളൂ. 35 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഉണ്ട് കഴിയുകയാണെങ്കിൽ ബെറ്റർ. ഒരു എസ്സേക്ക് 15 മിനിറ്റ് കൊടുക്കാൻ 30 മിനിറ്റ്സിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ. 35 മിനിറ്റ്സ് കൊടുക്കുക. റിമൈനിങ് നിങ്ങൾക്ക് 5 മിനിറ്റ്സ് ഉണ്ട്. ഇവിടെ 30 മിനിറ്റ്സ് ആണ്, നിങ്ങൾക്ക് ഇവിടെ 10 മിനിറ്റ്സ് കിട്ടും. ഈ 5 മിനിറ്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതിയ എല്ലാ ആൻസേഴ്സും ഒന്നും കൂടി വായിച്ച് നോക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റാണ് കൊടുത്തത് നോക്കുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഉള്ളത് അണ്ടർലൈൻ ചെയ്യുക. കാരണം എക്സാം വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് പോയിന്റ്സ് എഴുതാൻ എളുപ്പമായിരിക്കും. അതുപോലെ ഒരു 10 സബ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർ ഇട്ട് എഴുതുന്നതിന് പകരം A, B അല്ലെങ്കിൽ 1, 2 എന്ന് ഉപയോഗിക്കുക. കാരണം എത്ര പോയിന്റ്സ് ഉണ്ടെന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സ്റ്റാറൊക്കെ ഇട്ട് അങ്ങനെ എണ്ണി നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന എക്സാമിനർക്ക് എത്രത്തോളം സൗകര്യം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഒരുക്കി കൊടുക്കാൻ പറ്റുമോ, യു വിൽ ഗെറ്റ് മാക്സിമം മാർക്ക്. ഓക്കെ, അപ്പോൾ നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് എഴുതുക. ഇവിടെ ബേസിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോർ കോഴ്സ് ഉണ്ടല്ലോ നിങ്ങളെ, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി പേപ്പറും സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അങ്ങനെ പറഞ്ഞാൽ ടോട്ടൽ മാർക്സ് 80 ആണ്. നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സമയം 2.5 മണിക്കൂറാണ്. ഓക്കെ, അതിൽ 2 മാർക്സ് ഉണ്ട്, 5 മാർക്സ് ഉണ്ട്, എസ്സേ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇവിടെ നിങ്ങൾ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1, പൊതുവെ കുട്ടികൾക്ക് ഒരു പേടിയുള്ളൊരു വിഷയമാണ് എക്കണോമിക്സ്. ചില കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, അവർക്ക് വളരെ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറായിട്ട് കാണുന്നത് എക്കണോമിക്സ് ഉണ്ട്. My point here is that the subject economics is very, very simple and also very interesting. Okay, അപ്പോൾ നല്ല കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എക്സാം സിമ്പിളായിരിക്കും. കാരണം നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എൻ്റെ മനസ്സ് പറയുന്നു, നിങ്ങളെ കമ്മിങ് യൂണിവേഴ്സിറ്റി എക്സാമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിന്ന് വരും. റിവിഷൻ നടത്തുക. ഓക്കെ, കൂടുതൽ റിവിഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും. പഠിച്ച കാര്യം താറോ ആവും. മനസ്സിലാക്കി പഠിക്കുക. എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ, മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാം വളരെ ഈസി ആയിരിക്കും. ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെയറായിട്ട് പഠിക്കുക, ജോഡികളായിട്ട് പഠിക്കുക. ഡെഫിനിഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. കർവ്, ഓക്കെ, ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, നല്ല കർവ്. അതുപോലെ ഇക്വേഷനൊക്കെ ഉണ്ടോ, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, ഡിമാൻഡ് ഫംഗ്ഷൻ, സപ്ലൈ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഓരോ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റഡി ടൈം കൂട്ടുക, വറി ടൈം കുറയ്ക്കുക. നമുക്ക് APJ അബ്ദുൽ കലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സ്പീക്ക് 5 ലൈൻസ് ടു യുവർ സെൽഫ് എവറി മോർണിംഗ്. എന്നും രാവിലെ 5 കാര്യങ്ങൾ നിങ്ങളോട് സ്വയം പറയുക. നിങ്ങളെ കോൺഫിഡൻസും നിങ്ങളെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ചിന്ത ഒന്നും വരരുത്. വളരെ പോസിറ്റീവായിട്ട് എനർജി മൊബിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുക. കലാം പറയാണ്, ദിവസം രാവിലെ നിങ്ങൾ പറഞ്ഞോ, വളരെ പോസിറ്റീവായിട്ട് പറയാം, ഐ ആം ദ ബെസ്റ്റ്. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ കണ്ണാടിൻ്റെ മുന്നിൽ നോക്കിയിട്ട് പറയാം, ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഐ ആം എ വിന്നർ, ടുഡേ ഈസ് മൈ ഡേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആകട്ടെ നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. റൈറ്റ്, ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1 നിങ്ങളെ കോംപ്ലിമെൻ്ററി പേപ്പർ. വി ക്യാൻ സി ദർ ആർ 5 മൊഡ്യൂൾസ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ സിലബസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടോപ്പിക്സുകൾ നമ്മുടെ ഇതിൽ വരുന്ന ഏരിയാസ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. A to Z അനലൈസ് ചെയ്ത് കാണാം കേട്ടോ. സിമ്പിൾ ലാംഗ്വേജിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഇംഗ്ലീഷും മിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാം, കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക, എക്സാം ഉഷാറായിട്ട് എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, യെസ്, 5 മൊഡ്യൂൾസാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ 3 മൊഡ്യൂൾസ് മൈക്രോ എക്കണോമിക്സ് ആണ്. ലാസ്റ്റ് 4ഉം 5ഉം വരുന്ന മൊഡ്യൂൾസ് മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1-ൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ടോപ്പിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സിൻ്റെ ടോപ്പിക്സ് ഉണ്ട്. മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് എക്കണോമിക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ഞാൻ 2 എസ്സേ ടോപ്പിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. റൈറ്റ്,
അപ്പോൾ ആ ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ഒരു എസ്സേ ടോപ്പിക്കിൻ്റെ രീതിയിൽ തന്നെ മനസ്സിലാക്കുക, ഓർ 5 മാർക്ക്. അതുപോലെ മൊഡ്യൂൾ 1 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, ഒരു 5 മാർക്കൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, മൈക്രോ വേഴ്സസ് മൈക്രോ. വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അതുപോലെ എക്കണോമിക്സ് ആൻഡ് റിലേഷൻ വിത്ത് അതർ സോഷ്യൽ സയൻസസ്. സോഷ്യൽ സയൻസിൽ പെട്ട വിഷയമാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് ആൻഡ് സൈക്കോളജി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, എക്കണോമിക്സ് ആൻഡ് ആന്ത്രോപോളജി, റൈറ്റ്. അതുപോലെ എക്കണോമെട്രിക്സ് ഒക്കെ, എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ഉണ്ട്, മാത്തമെറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഒരു 5 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് ഈസ് അബൌട്ട് മൊഡ്യൂൾ 1. അതുപോലെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. മൊഡ്യൂൾ 2 വരുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ആൻഡ് ഓൾസോ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. അതൊരു എസ്സേ ടോപ്പിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലുണ്ടാക്കിക്കോ, ഒരുപാട് 2 മാർക്സിൻ്റെ ഏരിയാസ് ഉണ്ട്. യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, 5 മാർക്ക് ഓർ എസ്സേ, റൈറ്റ്. ആ ഏരിയസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്സ് നമുക്കൊരു എസ്സേ ടോപ്പിക്ക് പ്രതീക്ഷിക്കാം. മൊണോപ്പൊളി, ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏരിയാസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മാർക്കറ്റിൻ്റെ ഡെഫിനിഷൻ വളരെ നല്ല രീതിയിൽ ഓർത്തിരിക്കുക. 2 മാർക്സ് ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂളും കൂടിയാണ് കേട്ടോ. വാട്ട് യു മീൻ ബൈ ഡിമാൻഡ്? സ്റ്റേറ്റ് ദ ലോ ഓഫ് സപ്ലൈ, ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്, ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്? ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ആ ഡെഫിനിഷൻ കൊടുക്കുക, ഒരു സിമ്പിൾ ഡയഗ്രാം, ജസ്റ്റ് ആ ഡയഗ്രാം. ഓക്കെ, ആ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇക്വിലിബ്രിയം പ്രൈസ്, ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ, റൈറ്റ്. അതുപോലെ ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, റൈറ്റ്. നോമിനൽ കോസ്റ്റ്, റിയൽ കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഈ ഏരിയാസൊക്കെ വളരെ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് പോവുക. ദാറ്റ് ഈസ് അബൌട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മൊഡ്യൂൾ 3 വരുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, production function, the transformation of input into output, that is production function, technical relationship between input and output, isn't it? Then similarly total product, average product, marginal product. Then types of production function, short run production function, law of variable proportions, long run production function, the returns to scale. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു ഉറപ്പായിട്ട് നമുക്കൊരു എസ്സേ പ്രതീക്ഷിക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഓർ റിട്ടേൺസ് ടു സ്കെയിൽ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയഗ്രാം വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. നല്ല ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, മെയിൻ ബോഡി, ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ജെബി ക്ലാർക്കിൻ്റെ. നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ഈ 3 മൊഡ്യൂൾസാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഏരിയയിൽ വരുന്നത്, റൈറ്റ്. റിമൈനിങ് 2 മൊഡ്യൂൾസ് ആണ് മാക്രോ എക്കണോമിക്സിൽ. മൊഡ്യൂൾ 4 നാഷണൽ ഇൻകം കൺസെപ്റ്റ്സ് ആൻഡ് മീനിങ്, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം ഒരു എസ്സേ, പ്രൊഡക്ഷൻ മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് expenditure method or total outlay method. And also you can expect a 5 mark question, what are the major problems associated with the computation or measurement of national income. പിന്നെ 2 മാർക്ക് 5 മാർക്ക് പറയേണ്ട ആവശ്യമില്ല. GDP, GNP, then NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, പെർ ക്യാപിറ്റൽ ഇൻകം, നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ്, നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. ഡെഫിനിഷൻ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക, 2 മാർക്ക്. Then what are the concepts associated with national income, 5 മാർക്ക് ഓർ essay type ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. 5 മാർക്കിന് സാധ്യതയുള്ള ഏരിയയാണ്. അതുപോലെ എസ്സേയിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്കാണ്. 5th മൊഡ്യൂൾ ക്ലാസിക്കൽ വേഴ്സസ് കൈനീഷ്യൻ എക്കണോമിക്സ്, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ക്ലാസിക്കൽ എക്കണോമിക്സ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആണ്, isn't it? Says law of market supply always creates its own demand. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെ കൗണ്ടർ ചെയ്ത് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സ് പറഞ്ഞ തിയറീസ് ഒക്കെ കാറ്റിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന മഹാനാണ് ആര്? ജോൺ മെനാർഡ് കെയ്ൻസ്, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1936. ന്യൂ എക്കണോമിക്സ്, കെയ്നീഷ്യൻ റെവല്യൂഷൻ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ കെയ്നീഷ്യൻ
concepts and average propensity to consume, marginal propensity to consume, then multiplier. There are lots of things. Effective demand. See, aggregate supply function, aggregate demand function, isn't it? Consumption function, right? Absolute income hypothesis. ഇങ്ങനെ ഒരുപാട് വരുന്ന ഏരിയാസ് ഉണ്ട്. വളരെ തറവായിട്ട് പഠിക്കണം. ബട്ട് ഇത് നമ്മുടെ കോംപ്ലിമെൻ്ററി പേപ്പറാണ്. ഒരു ഔട്ട്ലൈനൊക്കെ തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി. ഇപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഇപ്പോൾ മൈക്കൽ കലക്കി, ജോൺ റോബിൻസൺ ആൻഡ് നിക്കോളസ് കാൾഡർ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും അതുപോലെ കെയ്ൻസിൻ്റെ ഇഫക്റ്റീവ് ഡിമാൻഡിന് സറൗണ്ടിങ് ആയിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അനാലിസിസ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. കാരണം ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഉള്ളി ഇന്ന് സിലബസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 2 മാർക്ക് മാക്സിമം പോയാൽ ഒരു 5 മാർക്കൊക്കെയാണ് പോസ്റ്റ് കൈനീഷ്യൻ കൺസെപ്റ്റ്സിലൊക്കെ നിങ്ങൾ നോക്കേണ്ടത്. സി, ദിസ് ഈസ് അബൌട്ട് 5 modules that come under Introductory Economics I. മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അതിൽ 2 മാർക്ക്, 5 മാർക്ക് ആൻഡ് എസ്സേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് അതേ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം. റൈറ്റ്. ഓക്കെ, സി 2 മാർക്ക് സെക്ഷനിൽ നമുക്ക് 1 മുതൽ 15 ചോദ്യം വരെ. സി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഹെഡിങ് കൊടുക്കുക. സി, മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ്ലി നോൺ ആസ് പ്രൈസ് തിയറി. ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ആഡം സ്മിത്ത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് കൊടുക്കുക മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഏതിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം? മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് ഏതാണ്? 5 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നു. റൈറ്റ്. Then second question is that what do you mean by production possibility curve? നമ്മുടെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആ ഭാഗം ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സംഭവമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മൾ ആ വീഡിയോയിലൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് സി നരേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. സപ്ലൈ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും, ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും അതുപോലെ ഈക്വിലിബ്രിയം പ്രൈസ്. 2 മാർക്കിന് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഈസ് എക്കണോമിക്സ്? ദാറ്റ് ഈസ് which deals with the production, consumption and distribution and behavior of human beings in relation to production, consumption and distribution. Father of economics, ആഡം സ്മിത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ല 2 മാർക്കിനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആൻസർ നൽകുക. സി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ GDP ആൻഡ് GNP. നമുക്ക് 4th മൊഡ്യൂൾ വരുന്നത് അല്ലേ, നാഷണൽ ഇൻകം കൺസെപ്റ്റ്സ് ആൻഡ് മീനിങ്ങിൽ വരുന്നൊരു ചോദ്യമാണ് GDP ആൻഡ് GNP. ഇറ്റ് ഈസ് ഓൾസോ റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, മാറിപ്പോകരുത്. ഓക്കെ, then next question is that Say's law of market. Supply always creates its own demand. Macroeconomics-ന്റെ 5th മൊഡ്യൂൾ അല്ലേ, ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാം. കാരണം ജനറൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിന് സാധ്യതയില്ല, എക്കോണമി ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം, ലോങ് റൺ അനാലിസിസ് ആണ്. ഈ സൈസ് ലോ ഓഫ് മാർക്കറ്റിനെ നിശ്ചിതമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഫിസിക്കൽ പോളിസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു രീതിയിലുള്ള അനാലിസിസ്, ഇഫക്റ്റീവ് ഡിമാൻഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് നമുക്ക് മനസ്സിലാക്കണം. 7th ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ലോ ഓഫ് ഡിമാൻഡ്. Law of demand. There is an inverse relationship between price and quantity demanded. Okay, അതിൻ്റെ കർവ് വരച്ചു കൊടുക്കുക. അതർ തിങ്സ് റിമൈൻ ദ സെയിം. സെറ്റീരിയസ് പാരിപ്പസ് ഒക്കെ മനസ്സിൽ ഓർമ്മ വരണം കേട്ടോ. റൈറ്റ്. ദെൻ 8th ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിക് മോഡൽ. ഇതൊരു 5 മാർക്കിനുള്ള വകുപ്പുണ്ട്, ബട്ട് 2 മാർക്കിനാവുമ്പോൾ ജസ്റ്റ് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ് ഹെഡിങ് കൊടുത്തിട്ട് ഒരു 4-5 അസംഷൻസ് മാത്രം എഴുതി വെക്കുക. നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പുവരുത്താൻ പറ്റും. റൈറ്റ്. സി, 9th ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, നമ്മളെ 3rd മൊഡ്യൂൾ വരുന്ന ഏരിയയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് വൺ ഇക്വിലിബ്രിയം പ്രൈസ്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം. സി, ഡിമാൻഡ് കർവ്, ദെൻ സപ്ലൈ കർവ്, ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അതൊക്കെ കറക്റ്റ് ഡിനോട്ട് ചെയ്യുക, ദെൻ ഒറിജിൻ ഇത് വെക്കുക. ഓക്കെ, ദെൻ ഇക്വിലിബ്രിയം പ്രൈസ്. ദ നെക്സ്റ്റ് വൺ 11th ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ മാർജിനൽ കോസ്റ്റ്? അഗെയിൻ നമ്മുടെ ചാപ്റ്റർ 2ൽ വരുന്നതാണ് എന്ത്? മാർജിനൽ കോസ്റ്റ്. ഈ മാർജിനൽ കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ
ടോട്ടൽ കോസ്റ്റ് എൻ മൈനസ് ടോട്ടൽ കോസ്റ്റ് എൻ മൈനസ് 1. ഈ ഒരു ഫോർമുലൊക്കെ ഇത് നിങ്ങളൊരു ബോക്സിൽ കൊടുക്കണം. ഓക്കെ, അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ വി എംപ്ലോയ് an extra unit of labor and something like that. ആവറേജ് കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ആ ടോപ്പിക് ഒക്കെ മനസ്സിലാക്കി വെക്കുക. 2 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ടോട്ടലായിട്ട് അതുപോലെ കൺസെപ്റ്റ്സ് അസോസിയേറ്റഡ് വിത്ത് കോസ്റ്റ് 5 മാർക്കോ എസ്സേയിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. സി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻകം. അതിലേക്ക് കെയ്ൻസിൻ്റെ ഒക്കെ കൺസംഷൻ എ പ്ലസ് ബി വൈ, ഈ ഒരു സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ദെൻ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. എ പി സി is equal to സി ബൈ വൈ, ദെൻ എം പി സി is equal to ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾക്ക് നല്ലോണം അറിയാം, കാരണം റിവിഷനൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്, കാരണം എക്സാം നമുക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏരിയാസൊക്കെ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കുക. കൺസെപ്റ്റ് ക്ലാരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചില ടോപ്പിക് ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പെയറായിട്ട് പഠിക്കുക, ജോഡികളായിട്ട് പഠിക്കുക. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, റിട്ടേൺസ് ടു സ്കെയിൽ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പെയറായിട്ട് പഠിക്കുക. ടോട്ടൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഇസന്റ് ഇറ്റ്? ഈ ഏരിയാസൊക്കെ ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോവാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഈസ് ഫിക്സ്ഡ് കോസ്റ്റ്? ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഒരു കവൊക്കെ വരച്ചിട്ട് നമുക്ക് ആശയം പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. The next question is that factors of production. There are 4 factors of production: land, labor, capital and entrepreneurship. Factor payments ഉണ്ട് അല്ലേ? Wages, rent, interest and profit. ആ ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ ഇൻകം മെത്തേഡ് ഉണ്ട്, അതൊക്കെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതിന് ബേസ് ചെയ്തൊരു സംഭവമാണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഓക്കെ, 2 സെക്ടർ മോഡൽ, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി. അഗെയിൻ സെക്കൻഡ് മൊഡ്യൂൾ വരുന്ന സംഭവമാണ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി, ആ കൺസെപ്റ്റ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ആ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇസന്റ് ഇറ്റ്? ഇതാണ് 2 മാർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 15 2 മാർക്ക് വരുന്നത്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എഴുതുക. നൗ വി ക്യാൻ ഡിസ്കസ് 5 മാർക്ക് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഷോർട്ട് എസ്സേ ഓർ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. റൈറ്റ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് കർവ്. ഇസന്റ് ഇറ്റ്? ഡിമാൻഡ് ഷെഡ്യൂൾ, ആ ഷെഡ്യൂള് വരയ്ക്കുക, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിമാൻഡ് ഷെഡ്യൂൾ വരയ്ക്കുക. അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണെന്ത്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. അതോടൊപ്പം തന്നെ ഇവിടെ മനസ്സിലാക്കുക മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. റൈറ്റ്. ഡിമാൻഡ് കർവ് നമ്മുടെ സിലബസിൽ സിമ്പിളായിട്ടാണ് പറയുന്നത്, ബട്ട് ഒരുപാട് ഏരിയാസ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇതൊക്കെ പഠിക്കാനും എക്സാമിന് എഴുതാനും വളരെ ഈസിയാണ്. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യരുത്, നല്ല രീതിയിൽ റിവിഷൻ നടത്തിയിട്ട് എഴുതുക. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഡിസ്കസ് ദ ബേസിക് ടെനറ്റ്സ് ഓഫ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. കർവ് ഒക്കെ ഉണ്ടല്ലോ, ടോട്ടൽ പ്രോഡക്റ്റ്, ദെൻ ആവറേജ് പ്രോഡക്റ്റ്, ദെൻ മാർജിനൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യുക. ലോങ് റണ്ണിൽ വരുമ്പോൾ എന്താണ്? റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇത് രണ്ടും നമുക്ക് എസ്സേയിലും പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്. റൈറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഡിസ്കസ് ദ കൺസെപ്റ്റ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ദി പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ആ ഫോർമുല ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുക. ദെൻ 5 ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്: യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി, ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക് ആൻഡ് ലെസ് ഇലാസ്റ്റിക്. അതിൻ്റെ കർവൊക്കെ വരച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൗണ്ടർ പാർട്ടിൽ എന്ത് വരുന്നുണ്ട്? സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ദെൻ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ ഓർമ്മ ആൽഫ്രഡ് മാർഷലിനെ ഓർമ്മ വരണം. അവരാണ് ഈ കൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഡിമാൻഡ് ഷെഡ്യൂളൊക്കെ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. റൈറ്റ്. Then next question is that you can see discuss the methods of measurement of national income. ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറയാം. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി 5 മാർക്കാണ്. ഒരു എസ്സേ ആണെങ്കിൽ എലാബറേറ്റ് ആയിട്ട് എഴുതുക. 5 മാർക്ക് ആകുമ്പോൾ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഈ 3 മെത്തേഡ് വളരെ ഷോർട്ടായിട്ട് എഴുതി കൺക്ലൂഷൻ കൊടുക്കുക. റൈറ്റ്. Then next question is that bring out the determinants of demand. 5 മാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, പ്രൈസ് ഓഫ് അതർ പ്രോഡക്ട്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഡ്വർടൈസ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് മനസ്സിലാക്കുക. അസംഷൻസ് ഉണ്ട്, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് കാര്യങ്ങൾ മനസ്സിലാക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഡിസ്കസ് ദ ഡിഫിക്കൽട്ടീസ് ഇൻ മെഷറിംഗ് നാഷണൽ ഇൻകം ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഫോർത്ത് മൊഡ്യൂൾ വരുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ. 2 മാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും എഴുതണമെന്നല്ല. 2 മാർക്കിന് ചോദിക്കുമ്പോൾ അത് 2 മാർക്കിൻ്റെ രീതിയിൽ എഴുതാൻ പഠിക്കണം. ചിലപ്പോൾ നമ്മൾ എസ് ഐയിലേക്കായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ബട്ട് എസ് ഐക്ക് പഠിച്ച ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 മാർക്കിൽ ചോദിക്കും. അവിടെ 2 മാർക്കിന് വേണ്ട രീതിയിൽ എഴുതണം. ദാറ്റ് ഈസ് റൈറ്റിംഗ് സ്കിൽ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിനുള്ളത് എന്ത് ചെയ്യണം? 5 മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ആൻസർ എഴുതുക. അതൊരിക്കലും എസ് എ ലോങ് എസ് എ ആവാൻ പാടില്ല. കാരണം എന്താ, ഒരു 2 5 മാർക്ക് ഒരു ലോങ് എസ് എ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് മാക്സിമം 5 മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ സിവിൽ സർവീസ് പോലുള്ള എക്സാമിനൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര കണ്ടൻറ്റ് ഒരുപാട് അനാവശ്യമായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. isn't it? അപ്പോൾ ആ കറക്റ്റ് ലിമിറ്റിൽ ഇരുന്നിട്ട് എഴുതാൻ പറ്റണം. പോയിന്റ്സ് ഒരുപാട് ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ട പോയിന്റ്സിനൊക്കെ അണ്ടർലൈൻ ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ട്രൈസ് ഔട്ട് ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി. ദീസ് ആർ ദ 4 മേജർ ടൈപ്സ് ഓഫ് മാർക്കറ്റ്. അവിടെ മാർക്കറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതിൻ്റെയൊക്കെ മനസ്സിലാക്കുക. കർവൊക്കെ വരച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, ഒരു എസ് എക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സംഭവങ്ങൾ നോക്കുക. ഇവിടെ 2 മാർക്കിന് വരാം ഒലിഗോപ്സോണി, ബൈലാറ്ററൽ മൊണോപ്പൊളി, ഡിയോപ്പൊളി, ഒലിഗോപ്സോണി. ഈ കൺസെപ്റ്റും അതിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ ആയിട്ട് പഠിച്ചിട്ട് വെക്കണം. റൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ദാറ്റ് ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ കെയ്നീഷ്യൻ തിയറി ഓഫ് നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ. 5th മൊഡ്യൂൾ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസാണ്. ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ വരും, കെയ്നീഷ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ വരും, കൺസംഷൻ ഫംഗ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, ഇഫക്റ്റീവ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം, അതിൻ്റെ കർവ് വരയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ നിങ്ങൾ എസ് എയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത് 5 മാർക്കാണ്, അപ്പോൾ കുറച്ച് ഷോർട്ടായിട്ട് എഴുതുക. എസ് എയിലാകുമ്പോൾ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക. സി ദിസ് ഈസ് അബൌട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ ഇൻട്രോഡക്ടറി എക്കണോമിക്സ് സെക്കൻഡ് വരും. അതിൽ 4 പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എക്കണോമിക്സിൻ്റെ. മണി ആൻഡ് ബാങ്കിങ്, പ്ലസ് പബ്ലിക് ഫൈനാൻസ്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, ദെൻ ഇന്ത്യൻ എക്കോണമി. ഈ 4 വിഷയങ്ങൾ ആഡ് ചെയ്തതാണ് ഇൻട്രോഡക്ടറി എക്കണോമിക്സ് സെക്കൻഡ്. അതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോറാണ് പബ്ലിഷ് ചെയ്തത്. അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് ആ പുസ്തകം റെഫർ ചെയ്യാൻ പറ്റും. റൈറ്റ്. ദെൻ ഇനി നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. 4 എസ്സേസ് ആണുള്ളത്. അതിൽ നിങ്ങൾക്ക് 2 ഓപ്റ്റ് ചെയ്യാം. ഓരോ എസ്സേക്കും 10 മാർക്കാണ്. ടോട്ടൽ 20 മാർക്സ് ഉണ്ട്. സി എസ് എ ക്വസ്റ്റ്യൻ 24ാമത്തെ ചോദ്യം, ഡിസ്കസ് ഹൗ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആർ ഡിറ്റർമിൻ ഇൻ ദ ക്ലാസിക്കൽ സിസ്റ്റം. സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, അതുപോലെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, ഈ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. നല്ലൊരു എസ്സേ കൊടുക്കുക, കർവ് നിങ്ങൾ ആഡ് ചെയ്യുക. റൈറ്റ്. ദെൻ 25th ക്രിട്ടിക്കലി അനലൈസ് ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, JB ക്ലാർക്കിൻ്റെ. കാരണം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അവർക്കുള്ള പേയ്മെൻറ്റ് ദാറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഈച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നല്ല രീതിയിൽ ആൻസർ എഴുതുക, നല്ല കൺക്ലൂഷൻ കൊടുക്കുക. റൈറ്റ്. 26th വരുന്ന ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, ഹൗ ഇറ്റ് ഈസ് സോൾവ്ഡ് ഇൻ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ്. ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ എസ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ്, സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സ്ഡ് എക്കോണമി. അവിടെ ആ സിസ്റ്റം ആണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി പ്രൈവറ്റ് സെക്ടറാണ്, മാർക്കറ്റാണ്, പ്രൈസ് മെക്കാനിസം ആണ്. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെൻറ് ആണ്. ദെൻ മിക്സ്ഡ് എക്കോണമിയിൽ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, ഗവൺമെൻറ്റും പ്രൈവറ്റും കോമ്പിനേഷനാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അവിടെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ദെൻ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ എക്കണോമിക് ഗ്രോത്ത്, അതിൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ, വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ മൊഡ്യൂൾ സെക്കൻഡിൽ വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പറയാം, ദെൻ ടൈപ്സ് പറയാം. അവിടെ ഞാൻ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറഞ്ഞു, പെയർ ആക്കുക അല്ലേ, ഡിമാൻഡ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കേട്ടോ. 27 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 80 മാർക്കുണ്ട്. വളരെ നല്ല രീതിയിൽ പഠിക്കുക, റിവിഷൻ നടത്തുക. ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമാണ് റിവിഷൻ നടത്തുക. ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നാളെ തന്നെ അങ്ങനെ മാറ്റി വെക്കരുത്. കാരണം ടൈം വളരെ പ്രഷ്യസ് ആണ്, ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. നല്ലവണ്ണം ഉഷാറായിട്ട് പഠിക്കുക, കോൺഫിഡൻസോട് കൂടിയിട്ട് എഴുതുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.